സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ ബംഗളൂരുവിൽ തുടക്കമായി. സിയാദ് ഷംസുദ്ദീനുണ്ട് വിശദാംശങ്ങളുമായി. സിയാദ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. വിവിധ വിഷയങ്ങളിൽ സമസ്ത സ്വീകരിക്കുന്ന നിലപാട്, ഒപ്പം ലീഗുമായി ഈ അടുത്ത കാലത്തായി വിവിധ വിഷയങ്ങളിൽ ഇടഞ്ഞു നിൽക്കുന്ന വിഭിന്നമായി സമസ്ത സ്വീകരിക്കുന്ന നിലപാട്, ഈ സാഹചര്യത്തിലൊക്കെയാണ് സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഒരു യോഗം ബംഗളൂരുവിൽ ചേരുന്നത്. എന്തൊക്കെയാണ് ഈ സമ്മേളനത്തിന്റെ അജണ്ട? ആരൊക്കെ പങ്കെടുക്കുന്നു? സമഗ്രമായ വിശദാംശങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പടക്കം നിരവധി വിഷയങ്ങൾ വരാനിരിക്കുകയാണ്. മുനവറിയിൽ തീക്ഷണപാലിത്യങ്ങൾക്കെതിരെ നടന്ന വധഭീഷണി, അതേസമയം ലീഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ നിരവധി വിഷയങ്ങൾക്കൊക്കെയാണ് സമസ്തയുടെ 100ാം സമ്മേളനം ബാംഗ്ലൂർ പാലസ് ഗ്രൗണ്ടിൽ തുടക്കം കുറിച്ചത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യാണ് സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഒപ്പം DK ശിവകുമാർ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു. നമുക്കറിയാവുന്ന പോലെ 1926 ജൂൺ 26-നാണ് സ്ഥാപിതമാവുന്നത്. അതിനടക്കം ഇത്രയും 100 വർഷത്തിനിടെ ഒരുപാട് പ്രശ്നങ്ങൾ സമസ്ത അഭിമുഖീകരിച്ചു. വിഭാഗീയത അടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുമായുള്ള കൊമ്പുകോർക്കലുകൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സമസ്ത അഭിമുഖീകരിച്ചു. അതിനുശേഷമാണ് 100ാം സമ്മേളനത്തിന് ബാംഗ്ലൂർ വേദിയാവുന്നത്. സമസ്തയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ, കേരളത്തിന് പുറത്ത് നടക്കുന്ന ആദ്യത്തെ മുഷാവറ യോഗവും ഇന്ന് ചേർന്നു. കേരളത്തിന് പുറത്ത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള യോഗം ചേരുന്നത്. കേരളത്തിന് പുറത്തേക്ക് സമസ്തയുടെ ഇത് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സമ്മേളനം നടക്കുന്നതെന്ന് രാവിലെ ജിഫ്രി തങ്ങൾ പറഞ്ഞിരുന്നു. രാവിലെ കോഴിക്കോട് കാസി പതാക ഉയർത്തിയതിനു ശേഷമാണ് സമസ്തയുടെ പരിപാടി ഉയർന്നത്. സമസ്തയുടെ ശക്തി പ്രകടനം, വലിയ രീതിയിലുള്ള ശക്തി പ്രകടനം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനം ബംഗളൂരിൽ തുടങ്ങിക്കഴിഞ്ഞു. സിയാദ് ഷംസുദ്ദീൻ വിശദാംശങ്ങൾ നൽകി വരികയായിരുന്നു.